ദേ ഇത് കണ്ടോ, ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം. നമ്മളിതാ തിരുവനന്തപുരത്ത് നിന്നും 200 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഈ ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഒത്തിരി പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇങ്ങനെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലുള്ളൊരു പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് പോയി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. ഇവിടെ എല്ലാം ഈ മുകളിലോട്ട് പോകുന്ന വഴിയിലൊക്കെ പാർക്കിംഗ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല, ആൾക്കാർ ചേർന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ ചേർന്നിട്ട് കുറച്ച് പ്ലേസ് കണ്ടെത്തി പാർക്കിംഗ് ഒക്കെ കൊടുക്കുന്ന. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ഇനി മുകളിലേക്ക് പോകാൻ. ഹായ്, അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബിൻഷാ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് 3 ഫാമിലി ആയിട്ടാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആനചാടിക്കുത്ത് വാട്ടർഫാൾസ് എന്താണെന്നും അവിടെ പോയാൽ എന്തൊക്കെ കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. ഒരുപാട് വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ച കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. 30 രൂപയാണ് കേട്ടോ, ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യുന്നതിന് 30 രൂപയാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിനകത്തേക്ക് നടന്നു പോവുകയാണ്. ഇതാണ് നമ്മളെ കൂടെയുള്ള എല്ലാ ആൾക്കാരും. അൻസി മക്കളുണ്ട്, അതുപോലെ അളിയനെ ഫാമിലി ഉണ്ട്, പിന്നെ അളിയൻ്റെ എൻ്റെ സുഹൃത്തായ ഷിനു ഫാമിലി ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. ആദ്യം ഞാൻ പറഞ്ഞു വന്നപ്പോൾ അൻസി ഒന്ന് അറപ്പിച്ച് വേറെ എന്തൊക്കെ സാധനങ്ങൾ വണ്ടിയിൽ പോയി എടുക്കണമായിരുന്നു. നമ്മളിവിടെ വന്നത് തൊടുപുഴയിൽ നിന്ന് നേരെ വണ്ണാപുരം വന്നിട്ട് അവിടെ നിന്നാണ് ആനചാടിക്കുത്ത് വാട്ടർഫാൾസിലേക്ക് വന്നതിന് ആനചാടിക്കുത്തെന്നും ആനയടിക്കുത്തെന്നും പറയുന്നുണ്ട് കേട്ടോ. ശരിക്കുള്ള നെയിം ആനചാടിക്കുത്തെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് വെള്ളച്ചാട്ടം കണ്ടു നോക്കാം. ഇനി ആനയെങ്ങനെ ചാടി കുത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയണമല്ലോ. ഇത് മറ്റൊരു പേ പാർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ വണ്ടി ഇട്ട് മുകളിലേക്ക് വരുമ്പോഴും പേ പാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ആ സൈഡിലൊക്കെ പേ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ മരോട്ടിക്കൽ ഹോം സ്റ്റേ ഈ ചേട്ടൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ? ചേട്ടൻ്റെ അല്ലേ മരോട്ടിക്കൽ ഹോം സ്റ്റേ? ഞങ്ങൾ താഴെ ഞങ്ങളുടെ ഒരു വണ്ടി അവിടെ ആയിപ്പോയി, അതുകൊണ്ടാണ് താഴെ പോയത്. ഇതായിരുന്നു സൗകര്യമല്ലേ. അവിടെ നിന്ന് കുറച്ചിങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ഇടവഴിയുണ്ട്. നോക്കിയാൽ പഴയ നാട്ടുവഴിയാണ്. ആ ഒരു ഫീലില്ലേ, അതും ആസ്വദിച്ച് വേണം കേട്ടോ നമുക്ക് താഴോട്ട് പോകാൻ. പഴയൊരു ഇടവഴി. ഈ റോഡല്ലാതെ വെള്ളച്ചാട്ടത്തിലേക്ക് മുകളിലേക്ക് വരാൻ വേണ്ടി വേറൊരു റോഡ് കൂടിയുണ്ട് കേട്ടോ. അത് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിലേ വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് മുകളിൽ തന്നെ പോകാൻ പറ്റും. അളി എങ്ങനെയാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞത്? യൂട്യൂബ് വഴി വീഡിയോ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് വന്നത്. നമ്മളീ പല വീഡിയോയിൽ കാണുമ്പോഴേ ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്താണെന്നുള്ളത് നോക്കട്ടെ. ഹൈസു മോ, ഈ കുട്ടി നിക്കറൊക്കെ ഇട്ട് എങ്ങോട്ട് പോണ്? വെള്ളത്തിലാ? ഏത് വെള്ളത്തില്? സ്വിമ്മിംഗ് പൂളിലാ? ആ, ശരിയാക്കി തരാം കേട്ടാ. ഇത് നോക്കി, ഭയങ്കര ഒരു പാറക്കൂട്ടം. അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് നടന്നു പോകാം. അതിന് മുകളിൽ കയറണമെന്നുണ്ട്. അതെ, അതിന് മുകളിൽ കയറണം. ഇതാ സൈഡ് വഴി മുകളിലേക്ക് കയറി വേണം പോകാൻ. ഇതായി കയറ്റം കയറാൻ തുടങ്ങിയാണ്. ശ്രദ്ധിച്ച് കയറാം ഹൈസുവേ, പതുക്കെ പതുക്കെ. പപ്പ എടുക്കണോ മോനെ? പപ്പ എടുക്കാം. ഇത് ഇങ്ങനെ കയറ്റം കയറി പോകണം കേട്ടോ. കേട്ടോ, ഇതുപോലെ കയറി വരണം. നമ്മളിപ്പോൾ ആ പാറയുടെ മുകളിലേക്ക് എത്തി കേട്ടോ. അവിടെയായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത്. കൊള്ളാം കേട്ടോ. ഇനി മുകളിൽ കയറി വന്നപ്പോൾ അടിപൊളി. നോക്കി, ഈ പാറയാണ് കേട്ടോ നമ്മൾ താഴേന്ന് മുകളിലേക്ക് കയറി വന്ന്. അവിടെ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്നാക്സും ചായയൊക്കെ കിട്ടും അവിടെ. അങ്ങ് കണ്ടോ, അങ്ങ് വേറൊരു മലനിരയാണ് കാണുന്നത്. ഇവിടെ നിന്നാണ്ട് ഒരു പാറക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നോക്കാം. ഇതിലേ താഴേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. കയറി ഇവിടേക്ക് വരുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ടീഷർട്ടും ട്രൗസേഴ്സും അതുപോലെ വെള്ളമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനെന്താ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പോയണതാ. എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് പ്രശസ്തമായ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്ന്
അടിപൊളിയായിട്ട് കുളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒത്തിരി ഫാമിലി ഇന്നുണ്ട്. നമ്മൾ റീൽസിലും വീഡിയോസിലും കണ്ടതുപോലെയല്ല, അതിനും മുകളിലാണ് ഈ ഒരു സ്ഥലവും ഇവിടുത്തെ വൈബ്. അപ്പോൾ ഞാനൊന്ന് കുളിക്കട്ടെ, കുളിച്ചിട്ട് നമുക്ക് കാണാം. വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? കൊള്ളാവോ? പിന്നെന്ത് പേടി വെള്ളത്തിലിറങ്ങാൻ? തണുക്കണ? അവിടെ പിള്ളേരൊക്കെ ഇവിടെ ചാടി തകർക്കുക. കുറേ നേരം കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് കയറി കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ഭയങ്കരമായിട്ട് ആൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് പേര് വന്നു. ഇപ്പോൾ ഒരു 11:30-12 മണിയാവുന്നു. വെള്ളത്തിറങ്ങി കുളിച്ച് കഴിഞ്ഞപ്പോൾ ഹൈസൂന് വിശപ്പ്, അങ്ങനെ ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് വന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? സുനിൽ. ചേട്ടാ ഇതിന് ആനചാടിക്കുത്ത് എന്നുള്ള പേര് വരാനുള്ള കാര്യം എന്താ? വർഷങ്ങൾക്ക് മുമ്പ് ആന ചാടി മുകളിൽ നിന്ന് താഴേക്ക് വീണല്ലേ? അത് ശരി. ഞാനിങ്ങനെ കേട്ടറിവുണ്ടായിരുന്നു, അപ്പോൾ സത്യമാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സുനിൽ ചേട്ടൻ്റെ ഷോപ്പ്. വെള്ളച്ചാട്ടം കൊണ്ട് അതാണ്, അതിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം, പിന്നെ ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ അവിടെ ചേട്ടൻ കൊടുക്കുന്നത്? അപ്പം, പുട്ട്, ബീഫ്, പഴംപൊരി, എല്ലാ ഐറ്റവും ഉണ്ട്. ഈ മുട്ട പുഴുങ്ങിയതുകൊണ്ട് ഈ ടോയ്ലറ്റൊക്കെ എങ്ങനെയാണ് പേ ആൻഡ് യൂസ്? എത്ര രൂപ? ഒരാൾക്ക് 10 രൂപ. ഡ്രസ് ചേഞ്ചിങ്ങോ? 10 രൂപ അല്ലേ? സംവിധാനമുണ്ട്. 2 മണിക്കൂർ നേരത്തേക്ക് ലോക്കർ 50 രൂപ. അതിനകത്തല്ലേ ലോക്കറിൽ വെക്കാല്ലേ? ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു കേട്ടോ. ഹൈസൂന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ അൻസിയുടെ അടുത്താക്കി. നമ്മളെവിടെ പോയിരുന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ കണ്ടല്ലോ, ഇനി മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ വന്ന വഴിയായിട്ടോ തിരിച്ചു വന്നതാ. ഇവിടെ കണ്ടോ ഈ ഒരു പാറ, ഇങ്ങനെ ചരിഞ്ഞ പാറ. ഇതിന് മുകളിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതേ കണ്ടോ, ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ടുള്ള ഭാഗമാണേ. ഇതാ ഇങ്ങനെ കേട്ടോ ഇത് പോകുന്നത്. ഇങ്ങനെ വന്ന് ഈ റിവർ ഇങ്ങനെ വന്ന് ആ ഭാഗത്തായിട്ടാണ് വെള്ളച്ചാട്ടം. കണ്ടോ, ഇനി നമ്മൾ മുകളിലേക്കൊന്ന് പോയി നോക്കാം. ഇപ്പം മഴയൊന്ന് കുറഞ്ഞുകൊണ്ട് വെള്ളം കുറവാട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരാനും കുളിക്കാനും ഒക്കെ പറ്റുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ റിസ്ക് ആണ്, മുകളിൽ നിന്ന് കല്ലൊക്കെ ഉരുണ്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് വഴി. ഇങ്ങനെ ഈ വഴിയെ നമുക്ക് മുകളിലോട്ട് കയറി പോകണം. തിരിച്ചിറങ്ങിപ്പോകുന്നത് നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. ആ വഴിയെ വന്ന് നമ്മൾ ഈ കടയുടെ സൈഡിൽ കൂടെ കയറി കുറച്ചുകൂടെ മുകളിലോട്ട് നിന്ന് അവിടെ ആൾക്കാർ പോകുന്നുണ്ടോ, അതിലേ അങ്ങ് മുകളിലേക്ക് കയറി പോകണം. ഇതേ കണ്ടോ, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കി, അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതിലെയാണ് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിപ്പോകുന്നത്. പൊയ്ക്കോളൂ. നമുക്കിതാ ഈ വഴിയെ മുകളിലേക്ക് പോകണം. ഞാൻ അടിപൊളിയല്ലേ എന്നുള്ള വാക്ക് ഒരുപാട് തവണ പറയുന്നല്ലേ. എന്താണെന്നോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ വേറെ വാക്കുകളൊന്നും കിട്ടുന്നില്ല. അടിപൊളിയല്ലേ എന്നങ്ങ് ചോദിച്ചു പോവുക. ഉറപ്പായിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് വരണം കേട്ടോ. തിരുവനന്തപുരത്തുനിന്ന് ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറയില്ല.
പക്ഷേ ഇതിലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിതയ്ക്കുന്നു. പക്ഷേ അതിൽ പോകുന്നുണ്ടെങ്കിലേ നിങ്ങൾ ഇവിടെ കൂടി ഉൾപ്പെടുത്തണം. നമ്മൾ ശബരിമല കയറിയപ്പോഴത്തേക്കും ഇത്രയും ഇതില്ലായിരുന്നു, അങ്ങ് കയറിപ്പോയി. പക്ഷേ ഇത് തളർന്നു പോകുന്നു. ഇപ്പം നമ്മൾ നടന്ന് മുകളിലുള്ള റോഡിലെത്തിയേ. ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു വഴിയുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡൊന്ന്, അത് ഇവിടെ വന്നാണ് ചേരുന്നത് കേട്ടോ. ആ റോഡ് ഇവിടെ വന്ന് തീരും, ഇവിടെ പാർക്ക് ചെയ്യാൻ വണ്ടി. അപ്പോൾ നിങ്ങൾ ആ റോഡ് പണി തീർന്നിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ അതിലേ വന്നാൽ മതി കേട്ടോ, നേരെ ഇനി വന്നാൽ മതി. ഇത് കണ്ടോ, അയ്യോ എന്താ രസം നോക്കിയേ. ഇതാണ് ആനച്ചാടിക്കുത്തിൻ്റെ മുകളിലത്തെ വ്യൂ. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ഇതോ താഴെ ആൾക്കാരിൽ നിന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല. ഇതിൻ്റെ മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ റിസ്ക്കാണ്. കാല് തെറ്റിക്കഴിഞ്ഞാൽ താഴെ വീഴും. പണ്ട് ആനയെ കണ്ടേ കാല് തെറ്റി വീണതാണ് ഇതിന് ആനച്ചാടിക്കുത്തെന്നുള്ള പേര് വരാൻ കാര്യം. കണ്ടോ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ആ ഡെപ്ത് എത്ര ഉണ്ടെന്നുള്ളത്? ഉരുണ്ടങ്ങ് താഴെ പോവും. അതുകൊണ്ടോ വെള്ളം ഒഴുകിപ്പോയിട്ട് ഇവിടെ ഇങ്ങനെ കുറേ പോണ്ട് പോലെ നമുക്ക് കാണാൻ പറ്റും, ചെറിയ കിണർ പോലെ. ഇതിൻ്റെ മുകളിൽ വരുമ്പോഴേ ചുറ്റിനും പാറയാണ്. ഇതാ നോക്കിയേ, കംപ്ലീറ്റ് പാറ. ഈ പാറയുടെ മുകളിൽ കൂടെ വെള്ളം വീഴുന്നതാണിതാ ഈ വെള്ളച്ചാട്ടം. അതുകൊണ്ട് അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇതോ കണ്ടോ, അങ്ങ് മുകളിൽ 2 വീടുകളൊക്കെ ഉണ്ട്. ഈ വെള്ളമാണ് ഒഴുകിപ്പോയി താഴെ വെള്ളച്ചാട്ടമായിട്ട് വീഴുന്നതാണ്ട്. ഇവിടെ അവിടേക്ക് പോകാനുള്ളതായിരിക്കും ഈ പാലം. ചെറിയൊരു പാലമൊക്കെ പണിതിട്ടുണ്ട്. ഇതുപോലുള്ള ഒത്തിരി പോണ്ട് ഇതിനകത്തുണ്ട് കേട്ടോ. വെള്ളം ഒഴുകിപ്പോയിട്ട് രൂപപ്പെട്ടതാണ്. ഇവിടെ കുറച്ചും കൂടെ തെളിഞ്ഞ വെള്ളം, താഴെ ആൾക്കാരിറങ്ങി കലക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് തെളിഞ്ഞ വെള്ളം. നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോകാം. ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ട് പോവാം, അതായിരിക്കും സേഫ്. ഇതാണ്ടേ സ്വിമ്മിംഗ് പൂൾ പോലെ, ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ഇവിടെ ഇങ്ങനെ. അതായത് സ്ലിപ്പറിയാ. എൻ്റെ കാലിപ്പോൾ സ്ലിപ്പായി, റിസ്ക് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് നമുക്ക് അധികം പോകണ്ട കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചകൾ ഉണ്ടാകും. ചെരുപ്പ് ഊരിയിട്ടപ്പോൾ കാലെന്തൊരു ചൂടാണ്, പാറ ചൂടായി കിടക്കുക. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് ഈ ചെറിയൊരു പോണ്ടിനകത്ത്. അതേ കണക്കുള്ള ഒത്തിരി പോണ്ടുണ്ട് ഇവിടെ. എന്ത് രസമെന്ന് നോക്കിയാൽ പാലം കാണാൻ. സ്ലിപ്പാവുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് സൂക്ഷിക്കണം, വരുമ്പോൾ സൂക്ഷിക്കണം. ഇതിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ പാറ സ്ലിപ്പാവുന്നുണ്ട്. ഞാനൊന്ന് സ്ലിപ്പായതാണ്, ഭാഗ്യത്തിനാണ് വീഴാൻ രക്ഷപ്പെട്ടത്. ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് അങ്ങോട്ടൊരു അടിയും വെച്ച് പോകുന്നത്. ഇവിടെ വീണ്ടും സ്ലിപ്പായി. വീഡിയോ ഷൂട്ട് ചെയ്ത് ക്യാമറയിൽ നോക്കിക്കൊണ്ട് വന്നാൽ നമ്മളിവിടെ വീണ് ചാവുകയുള്ളൂ. കംപ്ലീറ്റ് ഹോൾസാണ്. ഇല്ല, വെള്ളം ഒഴുകിപ്പോയി പാറയിലൂടെ വർഷങ്ങളായിട്ട് വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായിട്ട് വെള്ളം പോയിട്ടുണ്ടാകുന്ന ഹോൾസില്ല. അതാണ് ഈ നനവില്ലാത്ത സ്ഥലത്ത് സ്ലിപ്പറി അല്ല കേട്ടോ. അല്ലാത്ത ഭാഗത്ത് എവിടെ ഇറങ്ങിയാലും സ്ലിപ്പറിയാം. ഇത് കണ്ടോ, ഈ ഒരു കിടങ്ങിനകത്ത് നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ. അതാണ്ട് ഈ കാണുന്നുണ്ടോ, ഇതിനകത്തൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഞാൻ ഈ പോണ്ടിനകത്തൊന്ന് ഇറങ്ങി നോക്കാൻ പോകും കേട്ടോ. കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്, അടിപൊളി. നമുക്ക് ദാണ്ട ഇവിടെ ഒരാൾക്ക് വന്നാൽ എങ്ങനെ മുങ്ങി കുളിക്കാൻ പറ്റും. ഇതാണ് ആ നടപ്പാലം കേട്ടോ. മുകളിലുള്ള ആ വീടുകളിലേക്ക് പോകാനുള്ള പാലമായിരിക്കും. നമുക്ക് അതിലൂടെ ഒന്ന് കയറി അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊന്ന് നോക്കിയിട്ട് വരാം. നമ്മളങ്ങനെ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ടേ. എൻ്റെ പുറകിൽ ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം. ആ മുകളിലൊക്കെ ആൾ കയറി നിൽക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ആ മലയിൽ കയറാമെന്ന് പറഞ്ഞില്ലേ, അതിലേ കയറി നിൽക്കുന്നവരോ കേട്ടോ. ഇതിൻ്റെ പുറകിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അവിടെയും ചെറിയൊരു വാട്ടർഫാൾസ് പോലെയൊക്കെ ഉണ്ട്. അവിടെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോവാം. ഞാൻ കഷ്ടപ്പെട്ട് നല്ലൊരു ലൊക്കേഷൻ നോക്കി നല്ലൊരു ഔട്ട്രോയൊക്കെ പറഞ്ഞാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്തോ സംഭവിച്ച് നമ്മുടെ മൈക്ക് വർക്കാവാതെ അത് റെക്കോർഡാവാതെ പോയി. അപ്പോൾ നമ്മുടെ ഈ ആനച്ചാടിക്കുത്തിലെ കാഴ്ചകളും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ ആനചാടിക്കുത്തിലേക്ക് വരണം. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. വന്ന് കുട്ടികളായിട്ട് വന്നോളൂ, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. കുട്ടികളെ കൊണ്ട് മുകളിലോട്ട് കയറി പോകുമ്പോൾ മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എല്ലാം സേഫാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ബൈ. നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒത്തിരി ആൾക്കാരെ കേട്ടോ മുകളിലേക്ക് കയറി വരുന്നത്. ഇനി അങ്ങോട്ട് തിരക്ക് കൂടും. നമ്മൾ വന്ന സമയം കറക്റ്റായിരുന്നു. ഞങ്ങൾ രാവിലെ പുറപ്പെട്ടൊരു 10 മണിയോടുകൂടി ഇവിടെ എത്തി. കാഴ്ചകളും കണ്ട് വെള്ളത്തിലൊക്കെ കുളിച്ച് അത് കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ്. താമസിച്ച് പോയി കഴിഞ്ഞാൽ തിരക്ക് കൂടും. അവധി ദിവസം വീക്കെൻഡ്സിൽ ഭയങ്കര ആളാണെന്ന് അവിടെ പറഞ്ഞു.